ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ഈവനിങ്. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം. ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ പറയാ, വെയിലൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തൊന്നും പോയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. അണ്ടാറ് വെയിലാണ് കേട്ടോ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വീട്ടിൽ തന്നെയാണ്. നമ്മൾ കുറച്ച് ദിവസമായി അല്ലെ, കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. കാരണം എന്താ വെച്ചാൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അതുപോലത്തെ വെയിലാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പം ഇന്ന് ഈവനിങ്ങിൽ നമ്മളിതാ ഈ നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ഇന്നത്തെ ഞങ്ങളൊരു ഈവനിങ് നിങ്ങളുടെ കൂടെ നമ്മൾ ഒരുമിച്ച് അങ്ങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ശരിക്കും ഞങ്ങൾ എന്തിനാ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുപ്പ് മാത്രമല്ല കേട്ടോ. ഇതിന് മുന്നേ ഞങ്ങൾ റീൽ എടുക്കുകയായിരുന്നു. ഏകദേശം ഒരു 2 മണിക്കൂർ മുന്നേ തുടങ്ങിയതാണ് കേട്ടോ. ഇവളുടെ തോന്നക്കര പഞ്ചായത്തിലെ അരി മുഴുവൻ പെറുക്കിയെടുക്കൽ കൊണ്ട് ഇത്ര സമയമായി. എൻ്റെ അഭിനയമായിരുന്നു ശരിക്കും പറഞ്ഞാൽ പക്ക. കാരണം എനിക്ക് അതിനകത്ത് വലിയ ഡയലോഗില്ല, ഡയലോഗ് മുഴുവൻ ഇവൾക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ പണ്ടേ അഭിനയിക്കും. ഞങ്ങൾ ഏകദേശം നല്ല ഉച്ചയിൽ വെയിലുള്ള സമയത്ത് തുടങ്ങിയ പരിപാടിയാണ്. ഇത് അവസാനിച്ചപ്പോഴത്തേന് വെയിൽ താന്ന് 6 മണി അസ്തമിക്കാൻ സമയമായി കേട്ടോ. എന്താണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈവനിങ് നമുക്ക് ഒരുമിച്ച് ഇവിടെ അങ്ങ് ആസ്വദിക്കാം. ബൈ ദ വേ ഇതാണ് നമ്മുടെ വീട്. നമ്മുടെ ഒരാളവിടെ കുത്തി ഇരുന്ന് കിടപ്പുണ്ട് കേട്ടോ ഇത്ര നേരം. അതല്ല, അവിടെ ഗാർഗി കിടക്കുന്നിട്ടില്ലേ, ഗാർഗിയുടെ കഥ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേനും പുള്ളിക്കാരത്തി ഫുൾ ആക്റ്റീവ് ആയിരുന്നേ. ഇപ്പം വീഡിയോ അവസാനിച്ചപ്പോഴത്തേനും നിങ്ങൾ എന്തെങ്കിലും കാണിക്കണേ എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഗാർഗി കിടക്കുക. ചില സമയം ഇവളുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവൾ ഇടിച്ച് സൂപ്പാകും കേട്ടോ. കാരണം അവർക്ക് ഇച്ചിരി ദേഷ്യമുണ്ട് സമയം. കാരണം അത് മാത്രമല്ല, ചെറിയൊരു സെലിബ്രേറ്റിംഗ് കൂടിയാണ് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടു കേട്ടോ. ചില സമയത്ത് ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോ ചില ജാടയൊക്കെ അങ്ങനല്ല ഗാർഗിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു. ഗാർഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് ആദ്യ കാലത്ത് ഇവളുടെ വീഡിയോ ഒക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ വരും. ഗാർഗി നമുക്ക് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ ഗാർഗി ഓടി വരെ. അല്ലേ ഗാർഗി മോളെ? എന്നെ പറ്റിയാണ് എന്നെ പറ്റിയിട്ടാണല്ലോ പറയുന്നത്. അങ്ങനെ ഗാർഗി ഓടി വരും. ഇപ്പൊ ഗാർഗിനോട് ഗാർഗി നമുക്ക് ഷൂട്ട് ചെയ്യണ്ടേ, ഇന്ന് ഗാർഗിക്ക് ഷൂട്ടുണ്ട് കേട്ടോ. നോക്കാം. ഈ ഒരു ടൈപ്പാണ് നമ്മുടെ ഗാഗി മോളെ. അല്ലേ നീ ഇവിടെ നിന്നോ, ഞാൻ ഗാഗി മോളോട് വിടാം. ഓക്കെ അല്ലേ ഗാഗി മോളെ? അല്ലേ, മമ്മി വരാൻ സമയമായിട്ടുണ്ട് കേട്ടോ. മമ്മി വരുമ്പോഴാണ് ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടി. ഇപ്പൊ നമ്മളെല്ലാരും ഇവിടെ ഉണ്ട്. ചേട്ടായി ഇവിടെ ഉണ്ട് കേട്ടോ. ഇതെന്താ സംഭവം അറിയോ? സംഭവം അറിയാം, ഞങ്ങള് വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേന് നമ്മുടെ വീഡിയോസിന് ഭയങ്കര സജഷനും കാര്യങ്ങളും ഒക്കെ വന്നു. സജഷൻ വന്നു അവസാനം സജഷൻ മാത്രമായി. അതിന് മെയിൻ കാരണം അമ്മുവാണ്. അപ്പൊ ലാസ്റ്റ് അവസാനം ചേട്ടായി പോയി കിടന്ന് ഉറക്കേണ്ട അവസ്ഥയായി കേട്ടോ. പടം പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും അഭിനയിക്കുന്നവരെ പറഞ്ഞാൽ ഡയറക്റ്റ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മെയിൻ കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടായിക്ക് വർക്കുള്ള സമയത്ത് അകത്തിരിക്കാൻ പറ്റുന്ന അത്രയും ചൂടാണ്. പിന്നെ ഗാർഗിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗാർഗി ഈ ഒരു സമയത്ത് ഒരു 5:30 ആവുന്ന സമയം ആകുമ്പോഴത്തേന് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കും. എന്തിനാണെന്നറിയോ? മമ്മി വരുന്നുണ്ട്. മമ്മി വന്ന് കഴിയുമ്പോഴത്തേന് ഇവർക്ക് എന്തെങ്കിലും സാധനം കൊണ്ടേ വരും. നിങ്ങൾക്ക് കാണിച്ചു തരാം. കറക്റ്റ് സ്പോട്ടാ കേട്ടോ, കറക്റ്റ് ടൈം. ഇപ്പൊ ഗാർഗിയോളെ അതാ മമ്മി വരുന്നത്. അതാ മമ്മി എന്ത് ചെയ്യേ? നോക്ക് ഇതാണ്. ഇനി മമ്മീനെ ഇവിടെ കൊണ്ടുവരുവേ. വരാൻ പറയുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങക്ക് ഞാൻ ലാസ്റ്റ് സംഭവം ഇവിടുന്ന് പിടിച്ച് അവിടെ കൊണ്ട് ഇരുത്തുവേ മമ്മീനെ. കാണിച്ചു തരാം. മമ്മീനെ എന്നാ പിന്നെ കയറ്റിക്കോ. അതാ കൈക്ക് പിടിച്ചു കേട്ടോ. എന്നാ പിന്നെ വന്നിരുന്നോ. കണ്ടില്ലേ? ഇനി ഇരുന്നോ. ഇനിയാണ് അവളാണ് ഈ വീട്ടിലിരുത്തുന്നത്. അതെ ഇപ്പൊ മമ്മി മാത്രല്ല കേട്ടോ, നമ്മൾ ആര് വന്നാലും ഇതാണ് അവസ്ഥ. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ഒരു ഈവനിങ് ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. അമ്പോ പിണങ്ങി കഴിച്ച് എന്താണെന്നറിയോ, ഇവക്ക് ഇഷ്ടപ്പെടാത്ത സാധനം ഇവക്ക് അച്ചപ്പം ഐസ്ക്രീം ഒക്കെയാണ്. ഇന്ന് മമ്മി കൊണ്ടുവന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴലപ്പമാണ്. കുഴലപ്പം പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമല്ല. ഇനി ഇപ്പൊ ഇത് തീറ്റിക്കണം. ഇത് അതിന് പോയി പിണങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോ ഞാനൊന്ന് കൊടുത്തു ഇതാ പിണങ്ങിയിരിക്കണ്ട. ഇത് തിന്നു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തിന്നു നോക്കി. ആണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. കടിച്ചങ്ങോട്ട് തിന്ന്. പോരട്ടെ കേട്ടോ. ഇനി പോയി തിന്നു. അതിന് പോയി തിന്നു. ഇത് വേണോ? ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മയക്കുന്നത്. ഇനി അമ്മൂട്ടിയുടെ ഡ്യൂട്ടി ചായ വെപ്പാണ് കേട്ടോ. ചായ വെക്കുന്ന സമയത്ത് അമ്മൂട്ടി ചായ വെക്കുമ്പോൾ കൊടുക്കും. അല്ല, ഞങ്ങൾക്ക് ഇവിടെ വേറെ ഡ്യൂട്ടി ഉണ്ട് അല്ലേ. നമ്മൾ ഈവനിങ് ഞങ്ങള് നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവള് ചായ എടുക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. ചേട്ടായി നല്ല പാട്ടുകാരനാണ് കേട്ടോ. ചേട്ടായി കിഡിലും പാട്ടൊക്കെ പാടും. ഒരുപാട് പ്രോഗ്രാംസിനൊക്കെ പോകുന്ന വലിയ സെറ്റപ്പ് കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് ഹലോ
നിന്നോട് ചായ എടുക്കാനാണ് പറഞ്ഞത്. പാട്ട് ഞങ്ങൾ പാടിക്കോളാം. എന്നാ പിന്നെ നമുക്ക് ചായയും പാട്ടും ഒരുമിച്ചാക്കിയാലോ? ഇന്നത്തെ ഈവനിങ്ങിൽ നമുക്ക് ചായയും പാട്ടും എല്ലാം ഒരുമിച്ച് അങ്ങ് ആസ്വദിക്കാം. ചാരായം പാട്ടല്ല, ചായയും പാട്ടും. ഏത്? അപ്പൊ യുവർ ഗോ ടു കിച്ചൺ. എന്നാ പിന്നെ അങ്ങനെ ചായ എടുക്കുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, ഇവിടെ ഒരാൾ കണ്ടില്ലേ ഇത്ര നേരം കിടന്ന് തിന്നുവായിരുന്നേ. എന്നെ ചതിച്ചതാ. ഇവിടെ കിടന്ന് തിന്നുവായിരുന്നേ. ഇത് സത്യം പറയാലോ, ഇവിടെ കിടന്ന് തിന്നോണ്ടിരുന്നത്. അപ്പൊ ഞാനത് കാണിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒരു ഡയലോഗും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വിശപ്പാണല്ലോ, എന്താണ് തമ്മൂട്ടി? വിശപ്പാണല്ലോ വലുത്. ആ ഡയലോഗ് പ്ലാൻ ചെയ്ത് ഞാൻ തിരിഞ്ഞു വരുമ്പോഴത്തേതാ ബാബൂട്ടി ഇതാണ് അവസ്ഥ. നമുക്ക് അതല്ല, അവളെന്താ അറിയോ, അവളൊരു സാധനം കളയൂല. അവൾക്ക് കൊടുത്ത സാധനം ഒരു പൊടി പോലും നിലത്തുണ്ടെങ്കിൽ അവളിങ്ങനെ പോകുമ്പോ കണ്ടു കഴിഞ്ഞാൽ തിന്നിട്ടേ പോകത്തുള്ളൂ. അത്രയും വൃത്തിയാട്ടോ പുള്ളിക്കാരത്തേക്ക്. ഭയങ്കര വൃത്തിയല്ല, അവൾക്ക് ആഹാരത്തിന്റെ വില അറിയാം. അങ്ങനെ വീണ്ടും ഒരു മണവാട്ടി പെണ്ണിനെ പോലെ വീണ്ടും മന്ദം ചായയും കൊണ്ട് വന്നിട്ടുണ്ട്. മോയോ എല്ലാവർക്കും കൊടുക്കാൻ. ഒരു റീല് നമ്മുടെ വായി കിട്ടി. ആ റീലിന്റെ ആ സൗണ്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ വായത് റീല് മാത്രം. അത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോണ്ടായിരുന്നു ഓഡിയോ. പക്ഷെ ഇപ്പൊ പറയും നീ ഇതുവരെ വിട്ടിട്ടില്ലല്ലേ. ഇത് സംഭവം ഉണ്ടോ അറിയോ, നമ്മളിപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മളിപ്പോഴും ബ്രോ സെറ്റപ്പിൽ നിൽക്കുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ചായ വന്നിട്ടുണ്ട്. ഇനി ചായയും ഒരു പാട്ടും കഴിഞ്ഞു. ഇത് മമ്മി ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം ഇങ്ങനെ ഒരു ഇരിപ്പുണ്ട് കേട്ടോ, മടുത്തിട്ടാ. പിന്നെ എന്തൊക്കെയോ ചിന്തിച്ചും കൂട്ടും കേട്ടോ. അപ്പം ഞങ്ങളെല്ലാം വൈകുന്നേരം ഇതുവഴി വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇതുവഴിയല്ല, ഇങ്ങനെ എല്ലാവരോടും സിറ്റ് ഔട്ട് ഇങ്ങനെ ഇരുന്ന് ചെറിയ പലഹാരങ്ങളൊക്കെ കഴിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പ്രകൃതിയിലേക്ക് നോക്കി. പ്രകൃതി മീൻസ് അപ്പുറത്തെ തോട്ടമാണ് കേട്ടോ. തോട്ടത്തിലേക്ക് നോക്കി ഇങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞിരിക്കും. പിന്നെ നമ്മുടെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ രാത്രിയാവും. അപ്പം അത് എണീറ്റ് പോയി ഓരോരുത്തർ പരിപാടികളൊക്കെ ചെയ്യും. ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ഈവനിങ് ഒരു റൊട്ടീൻ. ഞങ്ങളപ്പം ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾക്ക് ചായയുടെ കൂടെ കടിയുള്ളത് കുഴലപ്പം അല്ലേ? ഇതിനെ കുഴലപ്പം എന്നല്ലേ എല്ലായിടത്തും പറയാറ്? വേറൊന്നും പറയത്തില്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഇതിനെ കുഴലപ്പം എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് കമൻറ്റ് ഇടാം കേട്ടോ. എന്നാൽ അപ്പോൾ കുഞ്ഞാടെ ഏത് പാട്ടാണ് പാടുന്നത്? ഓക്കെ, നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് കുഞ്ഞാട്ടായി ഒരു പാട്ട് പാടുന്നത് കേട്ടോ. കുഞ്ഞാട്ടായി എന്ന് പറയുമ്പോൾ ചേട്ടായിനെ ഞാൻ കുഞ്ഞാട്ടായി എന്ന് വിളിക്കുന്നത് കേട്ടോ. കുഞ്ഞാട്ടായി എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാം. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ചിലപ്പം രാവിലെ ആയിരിക്കാം, നട്ടുച്ചയ്ക്കായിരിക്കാം, ഈവനിങ്ങിലായിരിക്കാം, എപ്പോഴാണെങ്കിലും നമുക്ക് ഒരുമിച്ചിരുന്നാണ് ആസ്വദിക്കാം. പോട്ടെ. കുറച്ച് എനിക്ക് ലിറിക്സ് അത്ര അറിയത്തില്ല. അറിയാന്ന് പറയാം, നമ്മളെല്ലാം ഒരു ഫാമിലി അല്ലേ. മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കു ചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കു ചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന. കാലുമേലെ കാല് കയറ്റി മീശയിലിരുന്നു ഞാൻ, മേനിയാകെ കോളു കേറ്റി ഒരേറെ നോട്ടം കൊണ്ടിങ്ങനെ. അത്ര എനിക്ക് അറിയത്തുള്ളൂ. എന്റെ അവസാനം ഞാനങ്ങ് പുഷ് ചെയ്തു. അതില്ലേ അടിപൊളിയല്ലേ? അങ്ങനെ ഞങ്ങള് ചായ എല്ലാം പേടിക്കണ്ട, ഇവിടെ ബഹളമൊന്നും പാടില്ല. ഇവിടെ എല്ലാരും സൈലന്റ് ആയിരിക്കണം. ഗാവപ്പനും നമ്മുടെ അടുത്ത് വന്നിരിപ്പുണ്ട്. അതുകൊണ്ട് എല്ലാരും സൈലന്റ് ആയിരിക്കണം. ഞങ്ങൾ ചായ കുടിയെല്ലാം കഴിഞ്ഞു. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ദിവസം ഈവനിങ്, ഞങ്ങളുടെ റൊട്ടീൻ. അപ്പം നമ്മുടെ ഫാമിലിയിൽ നിങ്ങളും നമ്മളും എല്ലാം ഒരുമിച്ച് അല്ലേ ഈ ഒരു ഈവനിങ് നമ്മളങ്ങ് ആഘോഷിച്ചു, എൻജോയ് ചെയ്തു അല്ലേ? വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക അല്ലേ? ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, അതുപോലെ തന്നെ അടുത്ത വീഡിയോ വരാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ നോക്കിയിരിക്കണം അല്ലേ? നോട്ടിഫിക്കേഷൻ കിട്ടിയ ഉടനെ ഓൺ ദ സ്പോട്ടി ചാടി വന്ന് നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവണം അല്ലേ മുട്ടി? അപ്പൊ എങ്ങനെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ. ഇന്ന് തന്നെ ഒരു കൂട്ടുകാരി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവള് ചോദിച്ചു, ഇപ്പൊ ചേട്ടായി വീഡിയോയിലൊന്നും ഇല്ലേ? നേരത്തെ അവള് വീഡിയോ ഒക്കെ എപ്പോഴും കാണുന്നതായിരുന്നു, ഇപ്പൊ ഞാൻ ഇല്ലാത്തതുകൊണ്ട് വീഡിയോ കാണുന്നില്ല. അപ്പോൾ
ആ കൂട്ടുകാരിക്കും കൂടെയാണ് ഈ വീഡിയോ. ആ കൂട്ടിയിൽ വളരെ മോശമായി പോട്ടോ. അതെ, നമ്മുടെ ഒരു വ്യൂ ആണ് പോയത്. ഒരു വീഡിയോ ആണ് പോയത്. ബാക്കി എല്ലാ വീഡിയോയും കാണാം കേട്ടോ. ഇനി ഇരുന്ന് കുത്തി എന്ന് ബാക്കിയുള്ള വീഡിയോ കാണും. കാർഗി വീഡിയോ നിർത്തിക്കോളാൻ പറയുന്നുണ്ട്. മതിയാക്കിക്കോളാം. ക്യാമറമാനോട് പറയാൻ തുടങ്ങി നിർത്തിക്കോളാൻ. ഇനി കാലം പിടിക്കാൻ തുടങ്ങി. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ ബൈ.